കൈരളി കുട്ടിത്താരങ്ങൾ അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. പാട്ടയിലും പലകയിലും പാത്രത്തിലും കൊട്ടിപ്പാടി വൈറലായ ഡബ്ബ ബീറ്റ് എന്ന സംഘത്തിലെ മിടുമിടുക്കന്മാരാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. പാഴ്വസ്തുക്കളിൽ സംഗീതം തീർത്ത് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരെ സൃഷ്ടിച്ച ഡബ്ബ ബീറ്റ് ടീം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ആദർശും സംഘവുമാണ് ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ആദർശ്, കേൾക്കാമോ? കേൾക്കാണ്ട്. എന്തുണ്ട് വിശേഷം? വൈറൽ താരങ്ങളായി മാറിയതിന്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട്? സന്തോഷം നല്ലോണം. കാരണം ഞങ്ങൾ കുറേ നാളായി, കുറച്ചൊരു ബ്രേക്ക് വന്നു. ഈ എക്സാം കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുമാറുന്നു. അപ്പോൾ അത് വീണ്ടും കുറച്ച് റീച്ച് കയറിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് ആദർശയെ ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാലോ അല്ലേ, നമുക്കൊക്കെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ പിറന്നാളാണിന്ന്. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ ഒരു പാട്ട് പെർഫോം ചെയ്താലോ? പെർഫോം ചെയ്യാം. ഓക്കെ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാരാപദം കേവലാനന്ദാമൃത തിരയാടിയിൽ നീരാടിന ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാൻ കനി വീഴ്ത്തുവാൻ ഇനിയുമീ തളികയിൽ വരവേൽക്കാൻ പോകാം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിൽ. അടിപൊളി. പക്ഷെ കൊട്ട് വന്നില്ലല്ലോ. കൊട്ട് എവിടെ പോയി? പ്രേക്ഷകർക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നതൊക്കെ പാഴ്വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയൂ. അത് ഞങ്ങൾ സാധാരണ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന സ്ക്രാപ്പ് ഐറ്റംസ് ആണ്. അതായത് ബക്കറ്റ്, പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ, പിന്നെ ഷീറ്റുകൾ, പലകകൾ, പൈപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്നത്. ഇത് ആർക്കാണ് ഈ ഐഡിയ ആദ്യം തോന്നിയത്? ഈ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാം, ഒരു ബാൻഡ് ആക്കി മാറ്റാം, ഇത്തരത്തിൽ പാട്ട് പാടാം എന്നൊക്കെയുള്ള ഐഡിയ ആർക്കാണ് തോന്നിയത് ആദ്യം? അതെന്താ വെച്ചാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ നമ്മളിവിടെ കൊട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ടുള്ളപ്പോൾ അത് അനിരുദ്ധ് സാർ കണ്ടു. അപ്പോൾ അനിരുദ്ധ് സാറാണ് ഞങ്ങളെ സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അത് വഴി കുറേ ഇതേപോലുള്ള പരിപാടികളൊക്കെ വന്നു. അപ്പോൾ ഇതൊരു ബാൻഡാക്കി, അത് റീസൈക്കിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലൊരു ബാൻഡാക്കി. അത് പുറമെ രാജ്യത്തൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ അവിടെ അധികം കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഉപകരണങ്ങളൊക്കെ വെച്ച് ഒരു പാട്ടായാലോ? ഏത് പാട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നത്? ഓക്കെ. ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവന് കാലം കരശകനെ സിംഹാരകനെ വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ മണ്ണാക്കും വിട്ടനില്ല ഇരുട്ടിൽ ചുറ്റി പാടും രാജാവുക്ക് എന്നാറും ചൊല്ലും ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം മടുക്കുമറ്റാൻ സ്വർഗപ്പെടും ഇല്ലും മീനാട്ടി
നല്ല രസമുണ്ട്. എന്താണ് ആ മൊട്ടക്കുട്ടിയുടെ പേര് ആദർശ്? അത് ഇതൻ ശരത് എന്നാണ് അവന്റെ പേര്. ഓക്കെ, ശരത്തും സംഘവും എല്ലാവരും നന്നായി പാടി. ഇപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്, എനിക്കറിയാം. സ്കൂളിലൊക്കെ ഫാൻസ് ഉണ്ടോ നിങ്ങക്ക്? എന്താണ് അവരൊക്കെ പറയാറ്? സ്കൂളിലെ ഒരു സപ്പോർട്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഓരോ പുതിയ വീഡിയോകൾ വരുമ്പോഴും എന്താണ് ടീച്ചർമാരൊക്കെ പറയാറ്? പറയൂ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മൾ പുതിയതായിട്ട് ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ അത് സപ്പോർട്ടാണ്. ഞങ്ങളിപ്പോ പുതിയതായിട്ട് ഞങ്ങളുടെ ബാൻഡില് കീബോർഡ് വയലിനൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അത് ആദർശ് ആദിത്യ എന്ന് പറഞ്ഞ അവര് രണ്ടുപേരാണ്. അതൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് എടുത്ത്. ഓക്കെ, നമ്മുടെ ശരത്തിന്റെ ഒരു പാട്ട് കൂടി വേണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പാട്ട് കൂടി ആയാലോ? ഒരു അടിപൊളി പാട്ട്. இறங்கின காட்டுக்கு விருந்தே இவ வேட்டைக்கு சதரனும் பயந்து வெறும் புள்ளிக்கல்ல வெற்று புள்ளி எழுதி குடல் ஒரு முறை சம்பவம் எழுதி இந்த வரையில நல்லவன் badass Mr. Leodas is a badass இந்த கதையில ராஜசம் கந்தான் badass வத்தி குச்சியில் எரிமலம் அவனே நெருங்காத நீ கொலசாமிய வேண்டிக்கோவாமே முறைக்காத நீ ஒரு சாவ ஓடிடு பேடஸ்மா ஓ வாழ சுருட்டிடு பேடஸ்மா லியோதஸ்மா பேடஸ்மா ஒரு சாவ ஓடிடு லியோ 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 switch வத்தி குச்சியில் எரிமலம் அவனே நெருங்காத நீ கொலசாமிய வேண்டிக்கோவாமே முறைக்காத நீ பேடஸ்மா ஒரு சாவ ஓடிடு பேடஸ்மா ஓ வாழ சுருட்டிடு பேடஸ்மா லியோதஸ்மா பேடஸ்மா ஒரு சாவ ஓடிடு. സൂപ്പർ. ഇനി ഇപ്പൊ നമ്മള് മോഹൻലാലിന് വേണ്ടി ഒരു പാട്ട് പാടിയില്ല, ഇനി നമുക്ക് മമ്മൂട്ടിക്ക് വേണ്ടി കൂടി ഒരു പാട്ടായാലോ? ഭ്രമയുഗത്തിലെ ഒരു പാട്ട് നിങ്ങൾ പാടിയത് വലിയ വൈറലായിരുന്നു, അപ്പൊ ആ പാട്ടായാലോ? ഭ്രമയുഗം സിനിമയിലെ പാട്ട് പാടിയിട്ടില്ലേ നേരത്തെ? അത് ഞങ്ങള് വയലിൻ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഓക്കെ, ആ പാട്ട് പാടുന്നോ അതോ മറ്റൊരു പാട്ട് പാടിത്തരുന്നോ? ഏത് പാട്ടാണ്? അത് മോഹൻലാലിന്റെ തന്നെ ഞങ്ങൾ കൊട്ടിയിട്ട് ഞങ്ങളൊരു പാട്ട് ചെയ്യാം. ഓക്കെ, ലാലേട്ടന്റെ അത് കേൾക്കാം. ஓடு
തന്നാനാന 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 തന്നന്ന അടിതെറ്റി പൊത്തത്തോ വീടല്ലേ കുഴിയാനേ എന്നിഷ്ടം തന്നിഷ്ടം തകതിന്താരോ പിടകാണെ പീടയ്ക്കും കുഞ്ചാവൽ കൊഴുത്താൻ പിന്നാലെ കുറുക്കൻ തകതിന്താരോ മാനത്തടിയന് മാനക്കൊടയന് മാനത്തടിയിൽ നെല്ലില്ല അമ്പാടിച്ചൊരു തവള കുഞ്ഞിന് മറയറ്റം വരെ അയ്യയ്യ തലവിടെ ഇരിക്കുവാനും നനകലടാ വടിയോട് തടിയിടാൻ ഒരു മിനിറ്റ് നനകലടാ ഒരു കൈ പൊരുതാം കനവി എറിയാം തുണയോടെതിരെ എതിരെ ഇടയാം തടയാ മടയാ വാടാ കുടിമടിയാ പടകാടി ചങ്കി ചങ്കി ബോട്ടിലി മാർക്കിളി ഭഗവതിയുടെ എന്നതി ഓടി നിത്തിരികണമേ പരമേളം ചണ്ടച്ചെങ്കില തുടി മക്കള മരമണികനീന് പലതാളം തക്കിടകിടതകതാ ചുവടുകളിനി ഒരു ഞൊടിയുടെ പിഴയരുതേ ഓയ് അമ്മ ഓയ് അടവുകളോട് ചുരുവകിടകൾ ഒരു വരമിനെ എന്നരണമേ ഓതുങ്ങി പതുങ്ങി ഒതുങ്ങി തുളുങ്ങി ചേ വണങ്ങി കുണുങ്ങി പണങ്ങി കലങ്ങി വിലങ്ങി കുരുങ്ങി പരിങ്ങി അയ്യേ ഈ മരമണയിന് ഞാനതിനെല്ലടം. ഓക്കെ, ആദർശ് എവിടെയൊക്കെ പോയി? നിങ്ങളുടെ ഈ ഒരു സംഘം പരിപാടികൾ അവതരിപ്പിച്ചു, പാട്ടുപാടാൻ എവിടെയൊക്കെ പോയി? ഞങ്ങള് കുറെ TV ഷോസിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ കിട്ടിയിരുന്നു. എല്ലാവരുടെയും പേരൊന്ന് പറയോ? എൻ്റെ പേര് ആദർശ്. പിന്നെ എൻ്റെ പേര് ഭാനുവ്. എൻ്റെ പേര് ഇതൻ. അമൃത് ബീബി. നിരഞ്ജൻ കൃഷ്ണ. നിരഞ്ജൻ. ആഷിഖ്. ആദിഷ്. പ്രത്യൂഷ്. ഭഗവത് കൃഷ്ണ. ലാസ്. ബാഹിദ് കൃഷ്ണ. ശ്രീഹരി. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? യെസ്, ഓക്കെ, എന്താണ് ഇനി ഭാവി പരിപാടി? ഇത്തരം ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടുവോ? തന്നെ പാട്ട് പാടുക അല്ലേ? സോഷ്യൽ മീഡിയയിൽ. ഇതുപോലെ തന്നെ മുന്നോട്ട് ഓക്കെ, ഇനി അവസാനമായി ഒരു പാട്ട് കൂടി പാടിയാലോ? കുറച്ച് വലിയ പരിപാടി. ഓക്കെ, അവസാനമായി ഒരു പാട്ട് കൂടി. ഓക്കെ. வராக நதிக்கரை ஓரம் ஒரே ஒரு பார்வை பார்த்த புறாவே நில்லுன்னு சொன்ன கனாவாய் ஓடி மறைஞ்ச கண்ணில் வரும் காட்சியெல்லாம் கண்மணியே உறுத்தும் காணாதவும் வருவோம் கண்ணுக்குள்ளே நிற்கும் கண்ணில் வரும் காட்சியெல்லாம் கண்மணியே உறுத்தும் காணாதவும் வருவோம் கண்ணுக்குள்ளே நிற்கும் கண்ணு தக்கு தக்கு தக்குங்குது போ உள்ள திக்கு திக்கு திக்குங்குது போ நெஞ்சு சல்லு சல்லு சல்லுங்குது போ சொல்லு 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 சொல்லுங்குது வராக நதிக்கரை ஓரம் ஒரே ஒரு பார்வையை பார்த்த புறாவே நில்லுன்னு சொன்ன உப்பு கருவாட ஊற வச்சு சூட ஒட்டி விட நீ போது எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில சுத்து விட தோணுதடி எனக்கு உப்பு கருவாட ஊற வச்சு சூட ஒட்டி விட நீ போது எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில சுத்து விட தோணுதடி ஓட கரமேலே ஒரு ஓனா படிப்போமா காக்கா கடி கடிச்சு சிறுமாங்கா திம்போமா குலா குகலா குகலா குலா குலா குகல கல கலா குலா குலா குகலா குகலா குலா குல கல 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 குலா 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 குகலா குகலா குலா குல கல குலா 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 குகலா குகலா குலா குல கல 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 குலா குலா. ഓക്കെ, നിങ്ങൾ ഈ അടുത്തത് ഏത് പാട്ട് പാടണം എന്നൊക്കെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അമ്മയും അച്ഛനൊക്കെ അടുത്തുണ്ടോ? അവരെ കാണാൻ പറ്റുമോ നമുക്ക്?
അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, ജോലിക്ക് വെക്കണം. പിന്നെ ഞങ്ങളെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ തുടക്കം തൊട്ടിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഇന്ദ്രജിത്തേട്ടൻ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ജിത്തേട്ടൻ വീഡിയോ ഇട്ടിട്ടാണ് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ അനിൽ സാറൊക്കെ സ്റ്റോറി ഇട്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്ര ഒരു ആള് കൂടെ ഉണ്ടോ? പരിചയപ്പെടുത്തുന്നോ? ഇന്ദ്രജിത്തേട്ടനെ വിളിക്കുന്നോ? ഇന്ദ്രജിത്തേട്ടൻ ഇവിടെ ഇല്ല. ഓക്കെ, എന്തായാലും ഇനി അവസാനം ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് നിർത്താം അല്ലേ? ഒരു തട്ടുപൊളിപ്പൻ പാട്ടായിക്കോട്ടെ. ആ ആ ആ ആ ആ ആ കുഞ്ഞു മിടുക്കനെ കൊണ്ട് പാടിപ്പിച്ചോളൂ ആദർശേ. ഓക്കെ, പാടിക്കോളൂ. ரெடிதா வரவா அண்ணன் நான் தனியா வரவா தல் கொடுக்கும் சிங்கத்தை சிங்காதப்பா எப்ப தடுக்கும் ரூட்டு மாறாதப்பா நான் ரெடிதா வரவா அண்ணன் நான் தனியா வரவா கரண் அடிக்கிற பரடிக்கிற நாடத்தா விரல் அடிக்கிற தீப்பந்த நாயத்தா பட்டாறு பாட்டில் நான் குடிக்க அண்டான கொண்டாச்ச சடிக்க எறம் வெட்டி கொண்டாங்கடா என் பசி நான் தனிக்க டவுன் டடன் டவுன் டடன் டவுன் 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 டடன் டவுன் டடன் டவுன் டவுன் டட டவுன் 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 டட டவுன் 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 டடன் டவுன் டடன் டவுன் 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 டடன் டவுன் டடன் டவுன் டவுன் டட டவுன் 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 டட டவுன் 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 டவுன். എന്തായാലും ഡബ്ബ ബീറ്റിലൂടെ ഇനിയും ഒരുപാട് പാട്ടുകൾ പുതിയതായി നിങ്ങൾ ഉണ്ടാക്കണം, പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഒരുപാട് പ്രേക്ഷകർ നിങ്ങളുടെ ഈ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളോട് അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രേക്ഷകരുണ്ട്, നല്ല പാട്ടെന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും ഡബ്ബ ബീറ്റ് ഇനിയും ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ.